പാകിസ്ഥാനെ ചവിട്ടിപ്പുറത്താക്കി ഇന്ത്യ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഭീകരതയിൽ ഇരട്ട നിലവാരത്തിന് സ്ഥാനമില്ല എന്ന് ഇന്ത്യ കട്ടായം പറഞ്ഞു കഴിഞ്ഞു. തീവ്രവാദമെന്ന വൻ വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം, അതിലൊരു രാജ്യവും ഇരട്ട നിലപാടുകൾ എടുക്കരുത് എന്നാണ് SCO കൗൺസിൽ യോഗത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗരാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഇന്ത്യ ആഹ്വാനം ചെയ്തത്. അസ്താനയിൽ നടന്ന SCO കൗൺസിലിന്റെ യോഗത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച മുതിർന്ന നയതന്ത്രജ്ഞനായ ദമ്മു രവിയാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഏതൊരു മേഖലയുടെയും പുരോഗതിക്ക് കണക്ടിവിറ്റി നിർണായകമാണെന്ന് പ്രസ്താവിച്ച ഇന്ത്യ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ചാർട്ടറിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അംഗരാജ്യങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും മാനിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും പറയുന്നുണ്ട്. ഭീകരതയ്ക്കെതിരായ ശക്തമായ നിലപാട് ആവർത്തിച്ചുകൊണ്ടാണ് ഇന്ത്യ നിർണായകമായ കാര്യങ്ങൾ ഊന്നിപ്പറഞ്ഞത്. 2024 SCO കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സിന്റെ SCO അധ്യക്ഷനായതിനെ ഇന്ത്യ കസാഖിസ്ഥാനെ അഭിനന്ദിക്കുകയും ചെയ്തു. കസാഖ് പ്രസിഡൻസിക്ക് കീഴിൽ 2017 SCO അംഗമായി ഇന്ത്യയെ പ്രവേശിപ്പിച്ചതിന് നന്ദിയും രേഖപ്പെടുത്തി. അതേപോലെ തന്നെ ഈ വർഷം ജൂലൈയിൽ SCOയിൽ അംഗമെന്ന നിലയിൽ ബെലാറസ് ചേരുന്നത് പ്രതീക്ഷിക്കുന്നതായിട്ടും ഇന്ത്യ അറിയിക്കുന്നുണ്ട്. SCOയുമായുള്ള ഇടപഴകലിൽ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ താൽപര്യങ്ങളുടെ കേന്ദ്രീകരണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമായ വസുദൈവ കുടുംബകം, അതായത് ലോകം ഒരു കുടുംബം എന്ന സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള തത്വം പരിശീലിച്ചുകൊണ്ട് ആളുകളെ ഒന്നിപ്പിക്കുവാനും സഹകരിക്കുവാനും വളരുവാനും ഒരുമിച്ച് അഭിവൃദ്ധി പ്രാപിക്കുവാനും ഈ ഒരു ഇടം സമാനതകളില്ലാത്ത അവസരമാണ് നൽകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2017 SCO അംഗമായി ഉൾപ്പെടുത്തിയത് മുതൽ ആഗോള രംഗത്ത് SCOയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ക്രിയാത്മകമായി സംഭാവനകൾ ചെയ്യുകയും ഓർഗനൈസേഷനിൽ സജീവവും ക്രിയാത്മകവുമായ പങ്ക് വഹിക്കുകയും ചെയ്തു എന്നതും എടുത്തു പറയണം. സുരക്ഷ, സാമ്പത്തിക സഹകരണം, കണക്ടിവിറ്റി, ഐക്യം എന്നിവയെ സൂചിപ്പിക്കുന്ന ചുരുക്കപ്പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. പരമാധികാരത്തോടും പ്രാദേശിക സമഗ്രതയോടും പരിസ്ഥിതിയോടുമുള്ള ബഹുമാനവും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന തീവ്രവാദത്തിന്റെ വെല്ലുവിളി ഉയർത്തിക്കാട്ടി ഈ വെല്ലുവിളിയെ നേരിടാൻ നിർണായകമായ നടപടി ആവശ്യമാണ് എന്നും അത്തരം നിർണായക വിഷയങ്ങളിൽ ഒരിക്കലും ഇരട്ട നിലവാരം പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വിപത്തിനെ നേരിടാൻ കൃത്യമായ നടപടികൾ ആവശ്യമാണ് എന്നും ദമ്മു രവി പറയുന്നുണ്ട്. ലോകം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് തീവ്രവാദം. ഒരു പ്രദേശത്തിന് മാത്രമല്ല, ലോകത്തിനാകെ ഭീഷണിയാണിത്. ഈ വെല്ലുവിളി നേരിടണമെങ്കിൽ കൃത്യമായ നടപടികൾ ആവശ്യമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ആഗോള വെല്ലുവിളികളിൽ മുഴച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് തീവ്രവാദം. ഇത് ആഗോള സമാധാനത്തിന് വലിയ ഭീഷണിയായി തന്നെ മാറിയിരിക്കുകയാണ്. ഈ വെല്ലുവിളിയെ നേരിടാൻ ശക്തമായ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട്. അതിന്റെ രൂപവും പ്രകടനവും പരിഗണിക്കാതെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒന്നിക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആഹ്വാനം. ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനും ഇത്തരം ഗുരുതരമായ കാര്യങ്ങളിൽ ഇരട്ടത്താപ്പിന് ഇടം നൽകരുത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. SCO റാറ്റ് സംവിധാനം ഇക്കാര്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് തുടരും. 2018 സമൂലവൽക്കരണത്തെ ചെറുക്കുന്നതിന് SCO രാഷ്ട്രത്തലവന്മാരുടെ വിലാസത്തിൽ നിന്ന് യുവജനങ്ങളിലേക്ക് ഒഴുകുന്ന ആക്ഷൻ പ്രോഗ്രാം നടപ്പിലാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഭീകരതയെ വളർത്തുന്നതിനും അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നതിനും പാകിസ്ഥാൻ അറിയപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. മറുവശത്ത് ചൈന ഭീകരർക്കെതിരെ താരാട്ടുപാടുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ ആഗോള ഭീകരരായി പ്രഖ്യാപിക്കുന്നതിലടക്കം തടസ്സം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിലെ സ്ഥിതിഗതികളിൽ വലിയ ആശങ്കയാണ് ഇന്ത്യ ഉന്നയിച്ചത്. ഇത് പ്രാദേശിക സുരക്ഷയെ നേരിട്ട് ബാധിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കാൻ SCO രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മേഖലയിൽ അസ്ഥിരത പടർത്തുന്നതിനോ തീവ്രവാദാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ അഫ്ഗാനിസ്ഥാന്റെ പ്രദേശം ഉപയോഗിക്കാതിരിക്കേണ്ടത് പ്രധാനമാണ് എന്നും ദമ്മു രവി പറയുന്നുണ്ട്. ഏതൊരു മേഖലയുടെയും പുരോഗതിക്ക് ശക്തമായ കണക്ടിവിറ്റി നിർണായകമാണെന്ന് പ്രസ്താവിക്കുമ്പോൾ അംഗരാജ്യങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇന്ത്യ ഊന്നി പറയുന്നുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, അതിന്റെ പാകിസ്ഥാൻ ഘടകമായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്നിവയെക്കുറിച്ചുള്ള മറഞ്ഞിരിക്കുന്ന പരാമർശമാണിത്. പാക് അധീന ജമ്മുകശ്മീർ മേഖലയിലൂടെ കടന്നുപോകുന്ന പദ്ധതിയെക്കുറിച്ച് ഇന്ത്യ ആവർത്തിച്ച് ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. ചബഹാർ തുറമുഖം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇറാന്റെ SCO അംഗത്വം സഹായിക്കുമെന്നും ദമ്മു രവി പറയുന്നുണ്ട്. ഏതു പ്രദേശത്തിന്റെയും പുരോഗതിക്ക് ശക്തമായ ഒരു കണക്ടിവിറ്റി അത്യന്താപേക്ഷിതമാണ്. കാരണം അത് മേഖലയിൽ മികച്ച വ്യാപാരവും വിശ്വാസവും വളർത്തുന്നു. SCOയിൽ ഇറാന്റെ അംഗത്വത്തെ തുടർന്ന് ചബഹാർ തുറമുഖത്തിന്റെ പരമാവധി ഉപയോഗത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാമെന്നും ഇന്ത്യ പറയുന്നുണ്ട്. അന്തർദേശീയ വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സുരക്ഷിതവും കാര്യക്ഷമവുമായ പാതയായി വർത്തിക്കാൻ കഴിയും. അതേപോലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി
വഴിയും മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരാൻ സഹായകമാകുമെന്നും ഇന്ത്യ പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരത്തിലുള്ള ഒരു പ്രധാന ട്രാൻസിറ്റ് തുറമുഖമായി വർത്തിക്കുന്ന ഇന്ത്യ-ഇറാൻ മുൻനിര പദ്ധതിയാണ് ഈ പറഞ്ഞ ചബഹാർ തുറമുഖം. ചബഹാർ തുറമുഖത്തിന്റെ വികസനത്തിലും പ്രവർത്തനത്തിലും ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയണം. എന്തായാലും ഭീകരതയ്ക്കെതിരെ ഭീകരതയെ തഴച്ചു വളരാൻ അനുവദിക്കരുത് എന്നും അതിലൊരിക്കലും ഒരു ഇരട്ട നിലപാടുകൾ ഉണ്ടാകരുത് എന്നുമാണ് ഇന്ത്യ ആഹ്വാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാന്റെ ഭീകരതയോടുള്ള സമീപനം, ചൈനയ്ക്കതിനോടുള്ള ഒത്താശ, ഇതൊക്കെ ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്യണമെന്നും ഇന്ത്യ പറഞ്ഞു വെക്കുന്നുണ്ട്.